പ്രേമ സിനിമയിൽ ജോർജ് എന്ന നിവിൻ പോളി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയും. ആദ്യത്തെ 2 കാലഘട്ടത്തിലും അയാൾ പ്രേമത്തിന് പുറകെ ഓടുകയായിരുന്നു, മേരിയുടെയും മലരിന്റെയും പുറകെ. അപ്പോഴൊക്കെ അയാൾക്ക് കിട്ടിയത് കടുത്ത നിരാശ മാത്രമാണ്. എന്നാൽ 3-ാമത്തെ ഘട്ടത്തിൽ അയാൾ ആരുടെയും പുറകെ നടക്കുന്നില്ല. അയാൾ സ്വന്തമായിട്ട് ഒരു കഫേ നടത്തുന്നു, നല്ലൊരു ടീമിനെ ഉണ്ടാക്കുന്നു, സ്വന്തം കാര്യങ്ങളിൽ നല്ല രീതിയിൽ തിരക്കിലാകുന്നു. അതായത് അയാളുടെ ലൈഫിൽ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സെലിൻ എന്ന കഥാപാത്രം അയാളെ തേടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാനും കുറേ മുമ്പൊക്കെ കുറേ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എന്നെ നന്നാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മാറിമറിയാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ബില്യണയർ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. പെൺകുട്ടികളും സക്സസും ഒരേപോലെയാണത്രേ. നമ്മളെ അവരുടെ പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് മാറ്റിയാലോ? നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആകണം എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് വിജയത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുയോജ്യനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറാൻ സാധിക്കണം. അതിനെന്ത് ചെയ്യണം? കൂടുതൽ നോളജ് അക്യൂർ ചെയ്യാൻ നോക്കണം, ശരിയായ ആളുകളെ കണ്ടെത്തി മീറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തമാശക്ക് പോലും നിങ്ങളെക്കുറിച്ച് താഴ്ത്തി ഒരിക്കലും സംസാരിക്കരുത്. ഇത് കൃത്യമായിട്ട് ചെയ്താൽ പെൺകുട്ടികൾ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സക്സസ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ തേടി വരും ഒരു സമയത്ത്. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്ക്, കുറച്ചുകൂടി അട്രാക്റ്റീവ് ഒന്ന് ശ്രമിച്ചു നോക്ക്.